ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് നോമ്പുകാലത്തിലെ ഒന്നാമത്തെ ഞായരെന്ന് സാഘോഷം കൊണ്ടാടുകയാണ്. എല്ലാവർക്കും ഈ ഒരു ദിവസത്തിന്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹമോടെ നേരുന്നു. മറ്റൊരു നോമ്പുകാലം കൂടി സമാഗതമായി പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും മരിച്ച യേശുവിന്റെ സ്മരണ ഉണർത്തുന്ന പുണ്യദിനങ്ങൾ. ഈ പുണ്യദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, ദാനധർമ്മത്തിലൂടെ ഓരോ മനുഷ്യരും ജീവിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഇന്നത്തെ സുവിശേഷം നമ്മോട് പ്രദാനം ചെയ്യുന്നത്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളുടെയും തീരുമാനങ്ങളുടെയും കൂമ്പാരമാണ്. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് എണീറ്റാൽ മതി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു കഴിഞ്ഞാൽ കോളേജിൽ പോകണമോ അതോ തുടർന്ന് വലിയ എന്തെങ്കിലും ജോലി കിട്ടുന്ന പഠനത്തിന്റെ ആവശ്യത്തിനായിട്ട് പഠിക്കാൻ പോകണമോ എന്നുള്ള ചിന്തയുമായിട്ടാണ് ജീവിതത്തിന്റെ ഓരോ ദിവസവും അത് അല്ലെങ്കിൽ ഇത് എന്നുള്ള തീരുമാനമെടുക്കുന്നവരാണ് ഞാനും നിങ്ങളും. മനുഷ്യജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളെ ഒരു മരുഭൂമി അനുഭവമായിട്ട് കാണുവാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്താണ് ഈ മരുഭൂമി അനുഭവം എന്ന് പറയുന്നത്? ഈ മരുഭൂമി അനുഭവത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ വരച്ചു കാണിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഇന്നത്തെ സുവിശേഷത്തിലെ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകുന്ന യേശുവിനെ നാം കണ്ടുമുട്ടുന്നു. ഈ മരുഭൂമി അനുഭവത്തില് യേശുവിനോടൊപ്പം രണ്ട് കഥാപാത്രങ്ങൾ ഉണ്ടെന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നു: ദൈവദൂതനും സാത്താനും. ദൈവദൂതൻ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമാണെങ്കിൽ സാത്താൻ തിന്മയുടെ പ്രതീകമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ സാത്താൻ യേശുവിനെ തന്റെ തിന്മയുടെ സ്വാധീനത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാനായിട്ട് ഈ മരുഭൂമി അനുഭവത്തിലൂടെ ശ്രമിക്കുമ്പോൾ യേശു അവിടെയെല്ലാം വിജയിച്ചുകൊണ്ട് നന്മയുടെ സാന്നിധ്യത്തിലേക്ക് നടന്നു കയറുന്നു. ഈ മരുഭൂമിയിൽ വെച്ചാണ് യേശുനാഥൻ തന്റെ ദൗത്യം എപ്രകാരമായിരിക്കണം, എങ്ങനെയാണ് തന്റെ ജീവിതം ഒരുക്കേണ്ടത്, ക്രമപ്പെടുത്തേണ്ടത് എന്നെല്ലാം യേശുനാഥൻ പരിശീലിക്കുകയായിരുന്നു. അപ്പോഴാണ് തിന്മയുടെ പ്രതീകമായിട്ടുള്ള സാത്താൻ യേശുവിന്റെ തീരുമാനങ്ങളെയും ചിന്തകളെയെല്ലാം തിന്മയുടെ സ്വാധീനത്തിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിക്കുന്നത്. അവിടെ തിന്മയിൽ വീണു പോകാതെ, തിന്മയുടെ സാന്നിധ്യത്തിൽ വീണു പോകാതെ നന്മയുടെ ദൈവദൂതന്റെ വഴിയിലൂടെ ഈശോനാഥൻ നടന്നു നീങ്ങുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു സാത്താന്റെ വഴിയാണ് യേശുനാഥൻ തിരഞ്ഞെടുത്തിരുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ മരുഭൂമി അനുഭവത്തിന് ശേഷം നാം ആരും യേശുവിനെ കാണുകയില്ലായിരുന്നു. എന്നാൽ യേശു തിരഞ്ഞെടുത്തത് ദൈവദൂതന്റെ വഴികളാണ്, ദൈവ സാന്നിധ്യത്തിന്റെ വഴികളാണ് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ മരുഭൂമി അനുഭവത്തിന് ശേഷം യേശുവിന് തന്റെ ദൗത്യം കൃത്യമായിട്ട് നിർവഹിക്കുവാനായിട്ട് സാധിച്ചു. നമ്മളും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെയുള്ള മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകും. രണ്ടു തരത്തിലുള്ള വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുണ്ടാകും: നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും. നമ്മൾ എങ്ങനെയാണ് നന്മയുടെ വഴി കണ്ടെത്തുവാനായിട്ട് എനിക്ക് നിങ്ങളുമൊക്കെ സാധിക്കുക? തിന്മയുടെ വഴി മാറ്റിവെച്ചുകൊണ്ട് നന്മയുടെ വഴി പുൽകുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വായനകളെല്ലാം നമുക്ക് തരുന്നത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചു എന്ന് ഉയർത്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞാൽ, വിശ്വസിച്ചാൽ ദൈവിക വെളിപാടുകളെ തിരിച്ചറിയുന്നതും ബോധ്യപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഒന്ന് കണ്ടുപിടിച്ചാല് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ള ഒത്തിരിയധികം ആളുകളെ. വൃക്ഷത്തിന് നടുവിലുള്ള പഴത്തിൽ നിന്ന് പഴം ഭക്ഷിക്കണമോ വേണ്ടയോ എന്ന മരുഭൂമി അനുഭവത്തിലൂടെ കടന്നുപോയ ഹവ്വ മുതൽ യേശുവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടി സിക്കമൂർ മരത്തിലേക്ക് ഓടിക്കയറിയ സക്കേബസിന്റെ മനസ്സിലൂടെയും കടന്നുപോയത് ഇതേ മരുഭൂമി അനുഭവമാണ്. ഈ മരുഭൂമി അനുഭവത്തിന്റെ തീവ്രത കുറച്ചും കൂടി കാണുവാനായിട്ട് വചനത്തിന് സാധിക്കുന്നത് അത് യൂദാസിന്റെ ജീവിതത്തിലാണ്. യേശുവിന്റെ ശിഷ്യനായിരുന്നു.
വചനം കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു, അപ്പം സ്വീകരിച്ച ഉടനെ തന്നെ അവനിലേക്ക് സാത്താൻ പ്രവേശിച്ചു എന്ന്. ദൈവത്തിന്റെ സാന്നിധ്യവും സാത്താന്റെ സാന്നിധ്യവും ഒരുമിച്ചുണ്ടായിരുന്ന യേശുവിന്റെ ശിഷ്യനായ യുദാസിന്റെ ഒരു നിമിഷം, അവിടെ തിന്മയുടെ സ്വാധീനം തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ നന്മയെ മാറ്റിക്കൊണ്ട് യുദാസ് തെരഞ്ഞെടുത്തത് തിന്മയുടെ വഴികളാണ്. സ്നേഹമുള്ളവരെ, ഈ ഒരു നോമ്പ് കാലത്ത് ഈ മരുഭൂമി അനുഭവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ ഒരുപാട് നാം അഭിമുഖീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ മേഖലകളില് ഉപവസിക്കേണ്ട ദിനങ്ങളില് ഉപവാസം ഇന്ന് വേണ്ട, നാളെ മതി എന്ന് ചിന്തിപ്പിക്കുന്ന സാത്താനെ, ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മമല്ല നമ്മെ ആത്മീയമായും ശാരീരികമായും വളർത്തുന്നു എന്ന് തിരിച്ചറിവ് നൽകുന്ന ദൈവദൂതനെ നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണെങ്കിലും, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലാണെങ്കിലും, വീട്ടിലെ കുടുംബ പ്രാർത്ഥന ചെല്ലുന്ന കാര്യത്തിലാണെങ്കിലും ഈ ഒരു മരുഭൂമി അനുഭവം നമുക്കുണ്ടാകും. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും രണ്ട് വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നിട്ടുണ്ടാകാം. ദൈവത്തിന്റെ വഴിയും സാത്താന്റെ വഴിയും, നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും. തിന്മയുടെ വഴി മാറ്റിവെച്ചുകൊണ്ട്, സാത്താന്റെ വഴി മാറ്റിവെച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ നടക്കാം. നമുക്ക് പരിശ്രമിക്കാം, അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. നോമ്പുകാലം നൽകുന്ന 3 വിശുദ്ധമായിട്ടുള്ള പുണ്യങ്ങൾ നമുക്ക് മുറുകെ പിടിക്കാം. പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാം, മനുഷ്യരെ കണ്ടുമുട്ടാം. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ടുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് ദൈവം നമ്മെ സഹായിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങളെ സഹായിക്കട്ടെ, നമുക്ക് ദാനമായി നൽകിയ മക്കളെ സഹായിക്കട്ടെ. ആമേൻ.